ഇന്ന് ഹോശാന ഞായർ, അതായത് കുരുത്തോല പെരുന്നാൾ. ഹലോ, ഇന്ന് ഞായറാഴ്ച ഹോശാന ഞായറാണ്. രാവിലെ പള്ളിയിൽ പോയിട്ട് വന്നതിന് ശേഷം ബാക്കി ഫ്രിഡ്ജിലുണ്ടായിരുന്ന കറികളും ബാക്കി ഇന്ന് പുതുതായിട്ടുണ്ടാക്കിയത് നമ്മുടെ പരിപ്പും കായും കൂടെ ചേർത്തുള്ളൊരു എരിശ്ശേരി, ഏത്തക്ക എരിശ്ശേരി. നമ്മുടെ ക്രിസ്ത്യൻ കല്യാണ സദ്യകൾക്ക് ആദ്യം വിളമ്പുന്നതാണല്ലോ എരിശ്ശേരി. ഇതിൻ്റെ കൂടെ ഫിഷ് കറി, ബീഫ് ഉലർത്തിയത്, ഇതൊക്കെയാണ് അതിൻ്റെ പേര്. നമുക്കിപ്പം നോയമ്പിൻ്റെ സമയമായിട്ട് ഒരാഴ്ചയും ഫുള്ളായിട്ട് യാതൊരു ഇതുമില്ല, നോൺ വെജ് ഐറ്റംസ് ഒന്നും തന്നെയില്ല. നോയമ്പ് എടുക്കുന്നവരായാലും ഇല്ലാത്തവരായാലും എല്ലാവരും വെജിറ്റേറിയൻ ഫുഡാണ് കഴിക്കുന്നത്. ഇതിന് ഒരു നേരത്തെ ഭക്ഷണം വെടിയണമെന്നാണ്. വെടിഞ്ഞ് അതിൻ്റെ പൈസ മാറ്റിയിട്ട് പല പല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും പള്ളി കൊടുക്കാനും പല കാര്യങ്ങൾക്കും അതിനായിട്ട് മാറ്റി കൊടുക്കണമെന്നാണ്. അപ്പോൾ മാറ്റി കൊടുത്താലും എല്ലാവരും ഓരോരുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര തുക പള്ളി ചർച്ചിൽ ഏൽപ്പിക്കും. ജീവകാരുണ്യ പ്രവർത്തനത്തിന് അല്ലാത്തതിനും കൊടുക്കും. അപ്പം അതുകൊണ്ട് ഇന്ന് ഇത്രയും കറികളൊക്കെ കൂട്ടിയാണ് നമ്മുടെ ഉച്ചയൂടെ. ഇന്ന് എരിശ്ശേരിയാണ് ഇന്ന് വന്നത്. വേവിച്ച് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പരിപ്പും കൂടെ, മസൂർ ദാൽ പെട്ടെന്ന് വേകുന്നതായിട്ട് എല്ലാം പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഗ്യാസിൻ്റെ ദൗർലഭ്യം മൂലം എല്ലാം പെട്ടെന്ന് വേകുന്ന കാര്യങ്ങൾ. അത് അരിയാണെങ്കിലും ഇന്ന് ചമ്പാവരി അല്ല, ഡൊപ്പി അരി, നമ്മുടെ ഇഡലി റൈസ് എന്ന് പറയുന്ന ഡൊപ്പി അരി ഉണ്ട്. അതാണ് പെട്ടെന്ന് ഒരു വിസിലും കേട്ട് ഞാൻ 2-3 മിനിറ്റ് ലോ ഫെയറിലും ആക്കി കഴിഞ്ഞപ്പോഴത്തേക്കും വാർത്തപ്പോഴത്തേക്കും ചോറ് റെഡിയായി. ചമ്പാവരിയൊക്കെ ഉണ്ട്. അത് വേണമെങ്കിൽ കുറേ ടൈം കാലത്ത് റൈസ് കുക്കറിൽ തന്നെ വെക്കണമെങ്കിൽ തന്നെ 1 കലം വെള്ളം തിളച്ച് അതിൻ്റെ അരി 2-3 ഗ്ലാസ് ഇട്ട് അരി കിട്ടുമ്പോഴത്തേക്കും കൂടുതൽ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാം. ചപ്പാത്തി കഴിക്കാം. ചപ്പാത്തി കൊണ്ട് ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ കൂട്ടിയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചയൂണ്. അപ്പോൾ പപ്പടം ഉണ്ട്. അപ്പോൾ കഴിക്കട്ടെ. ഇനി ഈ ആഴ്ച മുഴുവൻ നാളെ മുതൽ ബുധനാഴ്ച വരെ സന്ധ്യാ നമസ്കാരം ചർച്ചിലുണ്ട്. വ്യാഴാഴ്ച പെസഹ വ്യാഴം അത് യേശുക്രിസ്തു ശിഷ്യന്മാരുമായി മാളിക മുറിയിൽ അന്ത്യ അത്താഴം കഴിച്ചതിന് ശേഷം അപ്പം മുറുക്കി ശിഷ്യന്മാർക്കും അപ്പവും അതുപോലെ മുറുക്കി കൊടുക്കുന്നു, അതുപോലെ വീഞ്ഞ് കൊടുക്കുന്നു. അതിൻ്റെ ഓർമ്മ പുതുക്കലാണ് പെസഹ വ്യാഴം. പിന്നെ ക്രൂശുമരണവും അന്ന് രാത്രിയിൽ ഈ പെസഹ വ്യാഴം ആചരിച്ചതിന് ശേഷം യേശു ശിഷ്യന്മാരുമായി ഒലിവുമലയിൽ പോയിരുന്നു പ്രാർത്ഥിക്കുന്നു. ആ നേരം വെളുക്കുന്ന സമയത്താണ് ചേവകരും ബാക്കി പടയാളികളും എല്ലാം വന്ന് യേശുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതും പത്രോസ് ഓടിപ്പോകുന്നതും. പിന്നെയുള്ള ക്രൂശുമരണത്തിൻ്റെ അന്ന് ദുഃഖവെള്ളിയാഴ്ചയായിട്ട് രാവിലെ 9 മണിക്ക് അതിൻ്റെ ശുശ്രൂഷയുണ്ട്. ഏറെക്കുറെ ഒരു